കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിൻ്റെ അപരനായി രണ്ട് പത്രികകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ ആ രണ്ട് പത്രികയും നാമനിർദ്ദേശ പത്രികയും ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുത്ത ജോസഫ് ഗ്രൂപ്പിൻ്റെ രണ്ട് നേതാക്കൾ നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. എത്രത്തോളം ആശ്വാസമുണ്ട് ഇത് ഒരു സത്യം പടവെട്ടി ജയിച്ചിരിക്കുന്നു. ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ഞങ്ങളോട് പറഞ്ഞു, യാതൊരു രാഷ്ട്രീയ അധാർമികയ്ക്കും നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. നമ്മളൊരു അപരനെ കണ്ടുപിടിക്കുക, അവരെ നിർത്താനോ പാടില്ല. ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ. അതനുസരിച്ച് ഞങ്ങൾ ഒരു അപരൻ്റെയും പുറകെ പോയിട്ടില്ല, ഞങ്ങളൊരു അപരനെയും നിർത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥിയുടെ സൂക്ഷ്മ പരിശോധന സമയത്ത് ഫ്രാൻസിസ് ജോർജിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന ഒരപരനും ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന രണ്ട് അപരനെയും സ്വതന്ത്രരായിട്ട് രംഗത്ത് കൊണ്ടുവരികയുണ്ടായി. ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഈ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന അപരൻ തൃശ്ശൂരുകാരനാണ്. അദ്ദേഹത്തിന് ഈ കോട്ടയം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിലെ വോട്ടർ പോലുമല്ല. അദ്ദേഹത്തെ പിന്താങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പരിശോധിച്ചു. സ്വതന്ത്രനായിട്ടൊരു നോമിനേഷൻ പേപ്പറിൽ ഒരു സ്ഥാനാർത്ഥിയെ പിന്താങ്ങണമെങ്കിൽ 10 പേർ അദ്ദേഹത്തെ പിന്താങ്ങണം. 10 പേരുടെ ഞങ്ങൾ പിന്താങ്ങിയ 10 പേരുടെ ആ നാമനിർദ്ദേശ പത്രിക ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ ഒരു ബൂത്തിലെ 10 വോട്ടർമാരുടെ പേര്, അടുത്തടുത്ത ക്രമനമ്പറുള്ള വോട്ടർമാരുടെ പേര് തുടർച്ചയായിട്ട് എഴുതിയിരിക്കുന്നു. ഒരേ മഷി കൊണ്ട് എഴുതിയിരിക്കുന്നു, ഒരേ കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു, ഒപ്പ് ഏതാണ്ട് സാമ്യം. അപ്പോൾ ഇത് ജെനുവിനായിട്ടുള്ള ഒരു നോമിനേഷൻ പേപ്പർ അല്ല എന്നുള്ള ഒരു തർക്കം സൂക്ഷ്മപരിശോധന വേളയിൽ ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട വരണാധികാരിയായ കോട്ടയം ജില്ലാ കലക്ടർ അവർക്ക് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഏതാണ്ട് 12 മണി സമയമായിരുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്കകം ഈ പറയുന്ന 10 പിന്താങ്ങിയവരെയും ഈ കലക്ടറുടെ ഈ സൂക്ഷ്മപരിശോധന ഹാളിൽ നേരിട്ട് ഹാജരാക്കുക, അല്ലെങ്കിൽ അവരുടെ ഒപ്പ് വെരിഫൈ ചെയ്യാനുള്ള ആധാർ കാർഡോ ഈ പറയുന്ന പാസ്പോർട്ടോ പാൻ കാർഡോ എന്തെങ്കിലും ഹാജരാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 4 മണി സമയത്ത് അവരൊരു അഭിഭാഷകൻ വന്നു. പക്ഷേ ജെനുവിനായിട്ട് ഇവരെ നേരിട്ട് ഹാജരാക്കാനോ പ്രോപ്പറായിട്ടുള്ള ഇവരുടെ ഡോക്യുമെൻ്റ് ഹാജരാക്കാനോ അവർക്ക് സാധിച്ചില്ല. അതിൽ നിന്ന് വരണാധികാരിക്ക് ബോധ്യപ്പെട്ടു ഇത് ജെനുവിനായിട്ട്, ഇത് സൂക്ഷ്മ പരിശോധനയിലെ ബോധ്യപ്പെട്ടു ഇത് യഥാർത്ഥ പിന്താങ്ങിയവരല്ല എന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നോമിനേഷൻ തള്ളുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കോപ്പള്ളിക്കാരനാണ്, CPMൻ്റെ എന്തോ ലോക്കൽ കമ്മിറ്റി മെമ്പറാണെന്ന് മനസ്സിലായി. ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു തൃശ്ശൂർ ജില്ലയിലെ പ്രവർത്തകനാണെന്ന് മനസ്സിലായി. ഈ ഫ്രാൻസിസ് ജോർജിൻ്റെയും ഞങ്ങളെ നോമിനേഷൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തെയും പിന്താങ്ങിയ 10 പേര് സ്വതന്ത്രമായിട്ട് പിന്താങ്ങിയിരിക്കുന്നു. ഒരേ ബൂത്തിലുള്ള തൊട്ടടുത്ത ക്രമനമ്പറിലുള്ളവരാണ്. ഇതേ തർക്കം ഞങ്ങൾ അദ്ദേഹം അവിടെ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ആ നോമിനേഷൻ പേപ്പറിൽ പിന്താങ്ങിയവർ ഒപ്പിട്ടിട്ടുണ്ട്, അവരുടെ ക്രമനമ്പർ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഡേറ്റ് ഇട്ടിട്ടില്ല. കോളം നമ്പർ 7 മുഴുവൻ 10 കോളവും ബ്ലാങ്കായിട്ട് കിടക്കുന്നു. ഈ 2 വിഷയങ്ങളും ഞങ്ങൾ ചലഞ്ച് ചെയ്തു. ഇതൊരു ജെനുവിനായിട്ടുള്ള ഒരു നാമനിർദ്ദേശ പത്രികയല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കലക്ടർക്ക്, വരണാധികാരി കലക്ടർക്ക് അവർക്കും നിർദ്ദേശം കൊടുത്തു. ഇന്ന് വൈകുന്നേരം 4 മണിക്കകം ഈ 10 പിന്താങ്ങിയ 10 വോട്ടർമാരെ ഒന്നെങ്കിൽ നേരിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ സിഗ്നേച്ചർ തെളിയിക്കുവാനുള്ള സിഗ്നേച്ചറുള്ള ഏതെങ്കിലും ID പ്രൂഫായിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശം കൊടുത്തു. അവർക്കും അത് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഈ LDF രണ്ട് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിലൊന്നും സാധാരണമാണ്. പക്ഷേ ഇത് നിർത്തിയിരിക്കുന്ന രണ്ടും LDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന 2 പേര് ആൾക്കാരാണ്. അപ്പോൾ ഇത് LDFന് കിട്ടിയൊരു തിരിച്ചടിയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് ഈ കേരളത്തിൽ സർക്കാർ വിരുദ്ധമായ ഒരു തരംഗം, സർക്കാർ വിരുദ്ധത, വലിയ ജനദ്രോഹപരമായ നടപടികളുമായി മുന്നിലേക്ക് പോകുന്ന LDF സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. തീർച്ചയായിട്ടും കോട്ടയം പാർലമെൻറ്റിലെ ഒരു UDF അനുകൂല തരംഗമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം ജനാധിപത്യ വിരുദ്ധ ആയിട്ടാണ് ഈ 2 അപരന്മാരെ ഇറക്കിയത്. ഞങ്ങളെല്ലാവരും വലിയ ഈശ്വരവിശ്വാസികളാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജ് വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഞങ്ങളോട് ഇവരുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ രണ്ട് അപരന്മാരെ നിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്കൊരു വിവരം മുന്നിൽ കിട്ടിയിരുന്നു.
അത് പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചിരുന്നു, ഇതുപോലെയുള്ളൊരു സാധ്യതയുണ്ട്, നമ്മളപ്പം എന്തെങ്കിലും അവരന്മാരെ നിർത്തേണ്ടതുണ്ടോ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ആലോചിക്കണോ. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനാണ് നമ്മുടെ വിധിയെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. ജനാധിപത്യ വിരുദ്ധമായി, സത്യവിരുദ്ധമായി ഒരു കാര്യങ്ങളും നമ്മൾ അധാർമികമായി ചെയ്യാൻ പാടില്ല. ജനാധിപത്യ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ പരാജയ ഭീതിയിൽ നിന്നും ഇവർ ചെയ്ത ഈ ജനാധിപത്യ വിരുദ്ധത തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ മൂലം ഇത് ഒഴിവായി കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കുന്നു.